ശ്രീ അഷികബു, കേരളം വലിയ പിന്തുണയാണ് നൽകിയത്. കഴിഞ്ഞ ദിവസം ശ്രീ ദീപ്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു, കേരളത്തിലെ യുവാക്കൾ നൽകിയ പിന്തുണ അദ്ദേഹത്തിന്റെ ഹൃദയം നിറച്ചു എന്നത്. മറ്റെവിടെയും കാണാൻ കഴിയാത്തതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വനിതാ നിരീക്ഷകരൊക്കെ പറഞ്ഞിട്ട് രാജ്യത്ത് മറ്റുള്ളവർക്കൊന്നും ഈ വിഷയത്തിൽ താല്പര്യമില്ല, അവിടുത്തെ മീഡിയയ്ക്ക് പോലും താല്പര്യമില്ല, ജനങ്ങൾക്കത് കാണേണ്ടതില്ല. പക്ഷെ കേരളത്തിന് കണ്ണും കാതും ഉണ്ടായിരുന്നു. ആ കണ്ണുകളിലേക്ക് കാഴ്ചകളും കാതുകളിലേക്ക് സന്ദേശങ്ങളുമായി എത്തി അണിനിരന്നവരിൽ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഭയമില്ല എന്നൊരു വിളിച്ചു പറയലായിരുന്നു വീണ്ടും. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഭയത്തിന്റെ അന്തരീക്ഷം വർഷങ്ങളായി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അത് പൊളിച്ചു കളഞ്ഞു തന്നെയാണ്. അതിനു മുന്നേ എനിക്ക് ഈ പാനലില് കോമ്രേഡ് എ റഹീമിനെ ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുകയാണ്. ഞങ്ങൾക്കാർക്കും നേരിട്ട് ആ സമരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. സമരം തുടങ്ങിയ ആ സമയം മുതൽ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാരെല്ലാവരും, നേതാക്കളും എം.എ. ബേബി അടക്കമുള്ള സഹാക്കളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. വലിയ അഭിമാനം തോന്നി നിങ്ങളെ ഓർത്ത്. താങ്ക് യു. പറഞ്ഞ പോലെ ഒരു ഭയത്തിന്റെ അവസ്ഥയാണ് വർഷങ്ങളായിട്ട് നമുക്ക് ഇന്ത്യയിലുള്ളത്. നമുക്ക് വിമർശിക്കുക പോയിട്ട് ഒരു വാക്കും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിരുന്നു. നമ്മളെല്ലാവരും, നമ്മുടെ ജനറേഷനിൽപ്പെട്ട എല്ലാ മനുഷ്യരും തന്നെ ഈ ഭയത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് വളരെ നിഷ്കളങ്കരായ കുട്ടികൾ റോഡിൽ ഇറങ്ങി നിൽക്കുകയും അവർക്ക് ശരിയെന്ന് തോന്നിയ ഒരു രാഷ്ട്രീയ വിഷയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് 4 വർത്താനം പറഞ്ഞപ്പോൾ കഴിഞ്ഞു ഈ പറയുന്ന ഭയത്തിന്റെ സിറ്റുവേഷൻസ്. കപടതയോടും യാന്ത്രികമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന രാഷ്ട്രീയ എന്താ പറയുന്ന ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയോടും ഇന്നത്തെ യുവതലമുറ നോ എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ പലത ഇമേജ് പ്രതീതി നിർമ്മാണം എന്ന് പറയുന്ന പല കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറ്റില്ല എന്ന് കുട്ടികൾ പറഞ്ഞപ്പോൾ അത് രാജ്യം ഏറ്റെടുക്കുകയായിരുന്നു. അത് വലിയ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് വലിയ ആശ്വാസവും പ്രതീക്ഷയും സന്തോഷവും ഉള്ള ഒരു ദിവസമാണ്. ഈ പറയുന്ന ഭീതിയുടെ അവസ്ഥ ഈ കുട്ടികൾ തന്നെ 4 മീമുകളിലൂടെ തന്നെ അത് പൊളിച്ചു കളഞ്ഞു. അതിൽ വലിയ ആശ്വാസമുണ്ട്. ഡിബേറ്റ് വിത്ത് മാധു സജി.